ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മനുക്കുട്ടൻസ് കിച്ചണിൽ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റവയുണ്ടല്ലോ, ആ റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി പുട്ടാണ്. നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് വറുത്ത റവയാണ് ആവശ്യത്തിന് എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നാളികേരം ചിരകിയതാണ്. അത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. ഒരുപാട് തിളച്ച വെള്ളം എടുക്കണ്ട, ചെറിയ ചൂടുള്ള വെള്ളം. എന്നിട്ട് പുട്ടിന് കുഴയ്ക്കുന്ന അതേ പരുവം തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ കുഴയ്ക്കാം. നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു മണവും വരും. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പുട്ടുമേക്കർ എടുക്കുക. ഈ ഒരു പുട്ടുമേക്കറിന് ചില്ലിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുറച്ച് നാളികേരം, പിന്നെ പുട്ടുപൊടി, പിന്നെ വീണ്ടും നാളികേരം, പുട്ടുപൊടി, നാളികേരം. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ അതേ ഒരു പ്രൊസീജിയറാണ് കേട്ടോ. കുക്കറിൽ വെള്ളം വെച്ചിട്ട് അത് നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമുക്കിത് പുട്ടുമേക്കർ അതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം. ഒരു 4 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ പുട്ട് റെഡി ആയിട്ട് കിട്ടും. 4 മിനിറ്റിന് ശേഷം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് പകർത്താം. കണ്ടില്ലേ, നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിന് കടലക്കറി നല്ല കോമ്പിനേഷനാട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, ഒരു വെറൈറ്റി തന്നെയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ, മറക്കല്ലേ. Rava Puttu കടലക്കറി. ഒഴിക്കും. സൂപ്പർ. പൊട്ടിച്ചു. കുഴച്ചു. ചൂടുണ്ട്. ആഹാ, എന്താ അടിപൊളി പുട്ടാന്നറിയോ? നാടൻ പുട്ടു. ആഹാ, സെമ്മ टेस्ट, बहुत अच्छा डिश है, ट्राई करो. സൂപ്പർ, റെഡിയാ. ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചണിൻ്റെ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 2 പേരാണ് മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് തൊട്ടരട്ടി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിഷ്മ ശിവരാജ്, കോണത്തുകുന്ന്, തൃശ്ശൂർ. താങ്ക് യു ജിഷ്മ. അടുത്തത് പ്രോൺ മസാല ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് രേണുക ഗോപിനാഥ്, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ. താങ്ക് യു രേണുക ഗോപിനാഥ്. ഇനി നിങ്ങൾക്കും ഇതുപോലെ മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മനുക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഫോട്ടോകൾ അയച്ചു തരാവുന്നതാണ്. ഞങ്ങളതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.